നമ്മൾ കണക്കിലെടുത്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഐസൊലേഷനിൽ കഴിയുന്ന ആളുകൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ എത്തിച്ചു നൽകുന്നു. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ ആഘോഷമാക്കി മാറ്റിയ ഒരു ചിത്രമാണ്. തെറ്റായ പേടിപ്പെടുത്തുന്നതായ വാർത്തകൾ പടരാതെ നോക്കുകയും എല്ലാ ദിവസവും കൃത്യം 6 മണിക്ക് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് പത്രസമ്മേളനം നടത്തുകയും ചെയ്യുന്നത് കൃത്യമായ ബോധവൽക്കരണം ആളുകളിൽ ഉണ്ടാക്കുന്നു. 2 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഈ രോഗനിയന്ത്രണത്തിനായി എല്ലാവരും പറയുന്നത്: വ്യക്തി ശുചിത്വവും സാമൂഹിക അകലവും, പേഴ്സണൽ ഹൈജീൻ ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിംഗ്. വ്യക്തി ശുചിത്വത്തിന് വേണ്ടി കേരളം എന്തൊക്കെ ചെയ്തു? ബ്രേക്ക് ദ ചെയിൻ എന്ന പരിപാടി വിജയകരമായി ഇവിടെ നടത്തി. ഹാൻഡ് വാഷ്, സാനിറ്റൈസർ പോലെയുള്ള അവശ്യ വസ്തുക്കളുടെ വില നിയന്ത്രിച്ചു. 25 ജയിലുകൾ കേന്ദ്രീകരിച്ച് ദിവസേന 5000 മാസ്കുകൾ നിർമ്മിച്ചു. സർക്കാരിന്റെ നേതൃത്വത്തിൽ ഓരോ ദിവസവും 1 ലക്ഷത്തോളം ഹാൻഡ് സാനിറ്റൈസറുകൾ നിർമ്മിച്ചു. സോഷ്യൽ ഡിസ്റ്റൻസിംഗിന്റെ ആവശ്യകത മനസ്സിലാക്കി നാഷണൽ ലോക്ക്ഡൌണിന് 2 ദിവസം മുൻപേ സ്റ്റേറ്റ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. വാഹനങ്ങൾ അനാവശ്യമായ റോഡിൽ ഇറങ്ങുന്നത് തടയാൻ പോലീസിനെ സുശക്തമാക്കി. എന്നാൽ ശരിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനങ്ങൾ ഉപയോഗിക്കാൻ ഡിക്ലറേഷൻ ഫോമുകളും ഏർപ്പെടുത്തി. ഈ അവസരത്തിൽ തൊഴിലും വരുമാനവുമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, രോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ടവർ, പ്രായത്തിന്റെ അവശതയിൽ കഴിയുന്നവർ മുതലായവരെ മുന്നിൽ കണ്ട് സൗജന്യ റേഷൻ ഏർപ്പെടുത്തി. അത് കൃത്യമായി ലഭ്യമാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകി. കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന വിപ്ലവകരമായ ആശയത്തിലൂടെ വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരാൾ പോലും വിശന്നിരിക്കില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തി. ഇങ്ങനെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ആളുകൾ വ്യക്തി ശുചിത്വവും പാലിക്കുമെന്നും അവർ വീടുകളിൽ ഇരുന്നു കൊള്ളുമെന്നും അതിന്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലെന്നും ഉറപ്പുവരുത്തിയതാണ് നമ്മൾ വ്യത്യസ്തമായി ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇതോടൊപ്പം എല്ലാ പെൻഷനുകളും നേരത്തെ തന്നെ കൊടുക്കാനുള്ള ഉത്തരവ്, ഒരു പെൻഷനും ഇല്ലാത്തവർക്ക് 1000 രൂപ പെൻഷൻ, നിലവിലുള്ള PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും 276 ഡോക്ടർമാരെയും 400ഓളം ഹെൽത്ത് വർക്കേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നു. അതിഥി തൊഴിലാളികൾക്ക്, മൈഗ്രന്റ് ലേബറേഴ്സ് അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നല്ല, അതിഥി തൊഴിലാളികൾക്ക് പ്രത്യേക പരിഗണന നൽകി അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. 20,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിച്ചു. ഇതൊക്കെയാണ് കേരളം ചെയ്യുന്നത്. മുകളിൽ നിന്ന് നോക്കിയാൽ മറ്റുള്ളവരെല്ലാം ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ. പക്ഷേ ഇവ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ഇതെല്ലാം ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? ആരോഗ്യ മേഖലയിൽ കേരളത്തിന്റെ അത്ഭുതകരമായ വളർച്ച. പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള കൃത്യമായ പൊതു ആരോഗ്യ സംവിധാനം നമ്മുടെ ആരോഗ്യ മേഖലയെ വേറിട്ടതാക്കുന്നു. രോഗം ഭേദമായ ആളുടെ രക്തം രോഗിക്ക് നൽകുന്ന പരീക്ഷണത്തിന് അമേരിക്കയിലെ ഡോക്ടർമാർ പ്രോട്ടോകോൾ തയ്യാറാക്കുമ്പോൾ അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിനെ കുറിച്ചായിരുന്നു കേരളത്തിലെ ഡോക്ടർമാർ ചിന്തിക്കുന്നത്. സാമ്പത്തിക വിളർച്ച മാനുഷിക ആവശ്യങ്ങൾക്ക് താഴെ മാത്രം പ്രാധാന്യം നൽകി ഓരോ പൗരന്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം. കൃത്യമായ ബോധവൽക്കരണം. 2 പ്രളയങ്ങളും നിപ്പ പോലെയുള്ള പ്രശ്നങ്ങളും അതിജീവിച്ചതിന്റെ ആത്മവിശ്വാസം. വർഷങ്ങളായി നമ്മൾ വളർത്തിയെടുത്ത കേരള മോഡൽ എന്ന ആശയത്തിന്റെ വിജയം. മതത്തിന്റെയോ ജാതിയുടെയോ പാർട്ടിയുടെയോ പേരിൽ വേർതിരിക്കാതെ മനുഷ്യനെ മനുഷ്യനായി, സഹോദരനായി കാണുന്ന മലയാളിയുടെ ശീലം. ഇതിന്റെ എല്ലാ ഫലമാണ് ഇന്ന് ലോകം പോലും അസൂയയോടെ ഉറ്റുനോക്കുന്ന രീതിയിൽ ഈ മഹാമാരിയെ നേരിടാൻ കേരളത്തിന് കഴിയുന്നു. ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് പോലെ വാട്ട് കേരള തിങ്സ് ടുഡേ ഇന്ത്യ ഡസ് ടുമോറോ. പക്ഷേ ഈ രോഗത്തിന്റെ ഭീതി അവസാനിച്ചിട്ടില്ല. നാം സംസാരിക്കുന്ന ഈ നിമിഷം പോലും ലോകത്താകമാനം ആളുകൾ മരണത്തിന് കീഴ്പ്പെടുകയാണ്. എത്രയും വേഗത്തിൽ ഈ മഹാമാരി അവസാനിക്കുന്നു. ലോകം പഴയതുപോലെ സുന്ദരമായി മാറുന്നു. നമ്മുടെ കൊച്ചു കേരളം ഇനിയും ലോകത്തിന് മാതൃകയാകും.